ഖജനാവ് ഇപ്പോൾ തന്നെ വളരെ കഷ്ടാവസ്ഥയിലാണ്. വൈറ്റ് പേപ്പർ ഇറക്കിയിട്ടിരിക്കുന്നത് നമ്മൾ. അപ്പോഴാണ് ഇത് KSRTCക്കാർക്ക് സൗജന്യം കൊടുക്കും. ആശാ വർക്കർമാർക്ക് മാസം 3000 രൂപ കൂട്ടിയ പോലെയല്ല. ഇത് വലിയ ബാധ്യത ഉണ്ടാക്കി വെക്കാവുന്ന ഒരു കലാപരിപാടിയാണ് എന്ന് പറയുമ്പോഴും ഇടതുപക്ഷക്കാർക്ക് ഇതിനെ ഒരു തരത്തിലും അംഗീകരിക്കാനോ ഇതുമായിട്ട് പൊരുത്തപ്പെടാനോ കഴിയുന്നില്ല. ഈ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് സകല CPMകാരും CPIക്കാരും വിട്ടുനിന്നു എന്നാണ് പത്രത്തിൽ കണ്ട വാർത്ത. പ്രതിപക്ഷ MLAമാർ ആരും തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തില്ല. BJP നേതാവ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി കൂടിയാണ്. പുള്ളി തന്നെ സ്വാഗതം ചെയ്തു. പുള്ളി അതിൻ്റെ അകത്ത് ഒരു റൈഡർ വെച്ചതെന്ന് വെച്ചാൽ കാശുള്ള സ്ത്രീകൾ, കയ്യിൽ പൈസയുള്ള സ്ത്രീകൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അല്ലാത്തവർ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യട്ടെ, അതിനിപ്പോൾ തെറ്റു പറയാൻ പറ്റില്ല. ജനോപകാരപ്രദമായ പുരോഗമനോന്മുഖമായൊരു പരിപാടിയാണെന്നാണ് സുരേഷ് ഗോപി പോലും പറയുന്നത്. പക്ഷേ സഖാക്കൾ അതിന് സന്നദ്ധരല്ല. ഇവർ ഒരു കാരണവശാലും ഈ പരിപാടിയുമായിട്ട് സഹകരിക്കാൻ തയ്യാറില്ല. ഉദ്ഘാടന ചടങ്ങിൽ മാത്രമല്ല, നാളെ മുതൽക്ക് ഈ ജനാധിപത്യ മഹിളാ അസോസിയേഷനിൽപ്പെട്ട സ്ത്രീകൾ KSRTC ബസ്സിൽ കയറി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കും. ടിക്കറ്റ് എടുക്കാതെ ഒരു കാരണവശാലും അവർ ബസ്സിൽ യാത്ര ചെയ്യുകയില്ല. അതുപോലെ SFIയിൽ DYFIയിലുള്ള ധീര സഖാത്തികൾ അവരും അതുപോലെ തന്നെ KSRTC ബസ്സിൽ കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുപ്പിക്കും. ഇനി കണ്ടക്ടർ വേണ്ടെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് താടോ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ പൈസ അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ടിക്കറ്റ് എഴുതി മേടിക്കും.